വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ നിർണായക മൊഴി പോലീസിന്. പിതൃ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ ലത്തീഫും ഭാര്യയും നിരന്തരം അധിക്ഷേപിച്ചതിനാലെന്ന് അഫാൻ. തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചത്. രൂപ ലത്തീഫിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഈ പണം തിരികെ ചോദിച്ച പലതവണ ബുദ്ധിമുട്ടിച്ചു. പിതാവിൻ്റെ ഉമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു. ഇതാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണം. ഷെമിയെ കഴുത്തുഞ്ഞിരിച്ച് നിലത്തിട്ട പിതാവിൻ്റെ ഉമ്മയെയും കൊന്ന ശേഷമാണ് ലത്തീഫിൻ്റെ വീട്ടിലെത്തുന്നത്. ബാഗിലിരുന്ന ചുറ്റികയെടുത്ത ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിൻ്റെ തലയിൽ പലവട്ടമടിച്ചു. ശബ്ദം കേട്ട് ഓടിവന്ന സാജിദയെയും അടിച്ചു. അടുക്കളയിലേക്ക് ഓടിയ സാജിദയെ പിന്നാലെ ചെന്ന് ആക്രമിച്ചു കൊന്നു. ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും 50 മീറ്റർ അപ്പുറം കാട്ടിലേക്ക് എറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയെന്നും അഫാൻ മൊഴി നൽകി. തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചത്. ആക്രമണം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലേക്കെറിയാൻ മുളകുപൊടിയും അഫാൻ വാങ്ങിച്ചു വെച്ചിരുന്നു. ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളകുപൊടി ഉണ്ടായിരുന്നത്. 24 തിരുവനന്തപുരം.